പുതിയ വാർത്ത പലസ്തീൻ എന്ന സ്വതന്ത്ര രാജ്യം വരാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു. ട്രംപും നെതന്യാഹുവും മാത്രം ഇതിനെതിരെ നിൽക്കുന്നതുകൊണ്ട് അവരൊറ്റപ്പെടുന്നു. ലോകരാജ്യങ്ങൾ മുഴുവൻ മറുവശത്ത് അണിനിരക്കുന്നു എന്നതാണ്. First it was France, then the UK, and now the Canadian government is confirming it will soon recognize a Palestinian state. Canada intends to recognize the state of Palestine. We will recognize a Palestinian state. ഇന്ന് കാനഡ പാലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി സെപ്റ്റംബറിൽ അംഗീകരിക്കുമെന്ന് പ്രധാനമന്ത്രി മാർക്ക് കാർണി പ്രഖ്യാപിച്ചു. 2 മാസത്തിനുള്ളിൽ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് ഇസ്രായേൽ എത്തിയില്ലെങ്കിൽ പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് ബ്രിട്ടൻ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. അതിനു മുൻപ് പലസ്തീന്റെ രാഷ്ട്രപദവി ഔദ്യോഗികമായി അംഗീകരിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുടെയും കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെയും ഈ നീക്കം. ഇതോടെ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന UN രക്ഷാസമിതിയിലെ അംഗങ്ങളായ ചൈനയ്ക്കും റഷ്യയ്ക്കുമൊപ്പം ഫ്രാൻസും ബ്രിട്ടനും കാനഡയും ചേരും. കൂടാതെ ഈ വിഷയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന വീറ്റോ അധികാരമുള്ള സുരക്ഷാ സമിതിയിലെ ഏക സ്ഥിരാംഗമായി അമേരിക്ക മാറുകയും ചെയ്യും. അപ്പോ എന്താണ് ഈ സ്റ്റേറ്റ് ഹുഡ് അല്ലെങ്കിൽ രാഷ്ട്രപദവി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു രാഷ്ട്രമായി അംഗീകരിക്കപ്പെടാനുള്ള അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് 4 1 സ്ഥിരമായ ഒരു ജനസംഖ്യ വേണം, 2 നിർവചിക്കപ്പെട്ട അതിർത്തികൾ വേണം, 3 ഒരു സർക്കാർ വേണം, 4 അന്താരാഷ്ട്ര നയം കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി വേണം. ഈ 4 മാനദണ്ഡങ്ങളിൽ രണ്ടാമത്തേത് പൂർണ്ണമായ ഒരു തീർപ്പിലല്ല. ഇപ്പോൾ നിർവചിക്കപ്പെട്ട അതിർത്തികളില്ലല്ലോ. അതായത് പലസ്തീന്റെ കേസിൽ അതിർത്തികളൊന്നും ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല. അതിർത്തി വരമ്പുകൾ തർക്കത്തിലാണെങ്കിൽ തന്നെയും രാഷ്ട്രപദവി നൽകാവുന്നതാണ്. ഒന്നാമത്തെ മാനദണ്ഡം എന്താണ്? പലസ്തീൻ പ്രദേശത്ത് സ്ഥിരമായ ഒരു ജനസംഖ്യയുണ്ട്. അത് ഇസ്രായേൽ രൂപീകരണത്തിന് ശേഷം കൂട്ടമായി ജൂതർ എത്തുന്നതിന് മുമ്പ് തന്നെ. അതിർത്തികൾ തർക്കത്തിലാണെന്നുള്ളത് ശരിയാണ്. പക്ഷെ 1967 അറബ് രാജ്യങ്ങളുടെ സഖ്യവുമായി നടന്ന യുദ്ധത്തിൽ ഇസ്രായേൽ പിടിച്ചെടുത്ത വെസ്റ്റ് ബാങ്ക്, ഗാസ തുടങ്ങിയ പ്രദേശങ്ങളും ഫലത്തിൽ ഇസ്രായേൽ തങ്ങളോടൊപ്പം കൂട്ടിച്ചേർത്ത കിഴക്കൻ ജെറുസലേമും ഉൾപ്പെടുന്ന ഇസ്രായേലിന്റെ അധിനിവേശ പ്രദേശങ്ങളിലാണ് ഈ അതിർത്തികൾ പൊതുവെ നമ്മൾ കണക്കാക്കപ്പെടുന്നത്. മാനദണ്ഡം 3 നോക്കിയാൽ ഒരു പലസ്തീൻ സർക്കാർ അവിടെ ഉണ്ടോ എന്നതാണ്. എന്തൊക്കെ പരിമിതികൾ ഉണ്ടെങ്കിലും പലസ്തീൻ അതോറിറ്റി എന്നത് വെസ്റ്റ് ബാങ്കിന്റെ ഒരു ഭാഗം ഭരിക്കുന്ന പലസ്തീനികളെ പ്രതിനിധീകരിക്കുന്ന ഒരു ഭരണസമിതിയാണ്. വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ അധിനിവേശവും ഗാസയിലെ ഹമാസിന്റെ നിയന്ത്രണവും കണക്കിലെടുക്കുമ്പോൾ പലസ്തീൻ അതോറിറ്റിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് പരിമിതികളുണ്ട്. എങ്കിൽ പോലും ഒരു പലസ്തീൻ രാഷ്ട്രത്തിന് വിദേശ അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ അത് പലസ്തീൻ അതോറിറ്റിയും അംഗീകാരം നൽകുന്ന രാജ്യവും തമ്മിൽ നേരിട്ടുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നതിലേക്ക് നയിക്കും. അതായത് ഇസ്രായേലുമായി ബ്രിട്ടനും ഫ്രാൻസും നയതന്ത്ര ബന്ധം ഉള്ളതുപോലെ തന്നെ പലസ്തീനുമായും നയതന്ത്ര ബന്ധം ഉണ്ടാകും. ഈ അംഗീകാരം ഒരു വലിയ നയതന്ത്രപരവും രാഷ്ട്രീയവുമായ സന്ദേശം കൂടി നൽകുന്നുണ്ട്. പലസ്തീൻ ജനതയുടെ സ്വയം നിർണയാവകാശത്തെ ദുർബലപ്പെടുത്താൻ ഇസ്രായേൽ നിലപാടുകളും പ്രവർത്തനങ്ങളും ഈ രാജ്യങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ കഴിയും. ഉദാഹരണത്തിന് പലസ്തീൻ രാഷ്ട്രത്തെ ഫ്രാൻസ് അംഗീകരിച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ ഭൂമിയിൽ ജൂതർ നടത്തുന്ന അനധികൃത കുടിയേറ്റം അന്താരാഷ്ട്ര വിഷയമായി മാറും. അധിനിവേശ പ്രദേശങ്ങളിലെ കുടിയേറ്റക്കാരുടെ ഫാമുകളിൽ നിന്ന് ഫ്രാൻസ് കാർഷിക ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ അത് നിയമവിരുദ്ധമാകും. അതായത് പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച ഒരു രാജ്യം ഇസ്രായേൽ നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ഉപരോധം പോലുള്ള നടപടികൾ എടുക്കാൻ നിർബന്ധിതമാകും. ഗസയിലെ ഇസ്രായേലിന്റെ യുദ്ധ നടപടികളിലുള്ള ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും കടുത്ത അതൃപ്തിയാണ് ഈ പ്രഖ്യാപനങ്ങളിലൂടെ പ്രതിഫലിക്കുന്നതെങ്കിലും അത് മാത്രമല്ല സംഭവം. ഇസ്രായേലിന് ബ്രിട്ടൻ നൽകുന്ന സൈനിക സഹായത്തിൽ ഭരണകക്ഷിയായ ലേബർ പാർട്ടിയിൽ വലിയ വിമർശനമുണ്ട്. യുദ്ധത്തിൽ 60,000-ലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഏകദേശം 20 ലക്ഷത്തോളം വരുന്ന ജനസംഖ്യ കടുത്ത ദുരിതത്തിലും പട്ടിണിയിലുമാണ്. ജൂതർക്ക് മേൽ ഹിറ്റ്ലർ നടത്തിയ വംശഹത്യക്ക് സമാനമാണ് ഗസയിൽ നെതന്യാഹു ചെയ്യുന്നതെന്ന തിരിച്ചറിവ് ഇസ്രായേലും അമേരിക്കയും ഒഴികെയുള്ള ലോകരാഷ്ട്രങ്ങളെ വലിയ ധാർമ്മിക പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. മാത്രമല്ല പലസ്തീനികളുടെ നാട്ടിൽ ഒരു സയണിസ്റ്റ് ഇസ്രായേൽ രാജ്യം ലോകമെമ്പാടുമുള്ള ജൂതർക്ക് മടങ്ങി വരാനുള്ള ഒരിടം സാധ്യമാക്കിയ ബാൽഫോർ ഡിക്ലറേഷൻ ബ്രിട്ടന്റെ കൈവേലയായിരുന്നല്ലോ. ഫ്രാൻസിനെ സംബന്ധിച്ച് സ്വതന്ത്ര പലസ്തീനെ അംഗീകരിക്കുക എന്നത് ഒരു നയതന്ത്ര രാഷ്ട്രീയ യൂട്ടേൺ ആയിരുന്നു. ശരിക്ക് 2023 ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം മാക്രോൺ ഇസ്രായേൽ സന്ദർശിക്കുകയും നെതന്യാഹുവിന് നിരുപാധികമായ പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്ത ആളാണ്. ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ ഒരു അന്താരാഷ്ട്ര സഖ്യം രൂപീകരിക്കണമെന്ന് പോലും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇസ്രായേൽ ഭരണകൂടം പോലും ഈ പിന്തുണ കണ്ടന്ന് ഞെട്ടിപ്പോയിട്ടുണ്ടാവും. എന്നാൽ ഗസയിലെ അമേരിക്കൻ പിന്തുണയോടെ നെതന്യാഹു നയിക്കുന്ന മനുഷ്യക്കുരുതി
അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ്. അല്ലാതെ ഇസ്രായേലി ജനതയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല എന്ന തിരിച്ചറിവാണ് രാജ്യങ്ങൾക്ക് ഇപ്പോൾ വന്നു തുടങ്ങിയത്. മാത്രമല്ല, റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ വേട്ടക്കാരനായ റഷ്യയെ അപലപിച്ച് ഇരയായ യുക്രൈനൊപ്പം അമേരിക്കയും യൂറോപ്പും നിൽക്കുമ്പോൾ ഗസയിലെ ഇരയായ പലസ്തീനികളെ ശത്രുപക്ഷത്ത് നിർത്തി വേട്ടക്കാരനായ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിലെ ഇരട്ടത്താപ്പ് വലിയ ധാർമ്മിക സംഘർഷം തന്നെയാണ് രാജ്യങ്ങളിൽ സൃഷ്ടിക്കുന്നത്. 2024 നോർവേ, സ്പെയിൻ, അയർലൻഡ് എന്നീ 3 പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തിന് ഔദ്യോഗികമായി അംഗീകാരം നൽകിയതാണ്. ഇതോടെ ഇന്ന് ഐക്യരാഷ്ട്രസഭയിലെ 193 അംഗരാജ്യങ്ങളിൽ 140-ലധികം രാജ്യവും പലസ്തീന്റെ രാഷ്ട്രപദവിയെ അംഗീകരിക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാർമറുടെ പ്രഖ്യാപനം വരുന്നത് തിങ്കളാഴ്ച സ്കോട്ട്ലൻഡിലെ ട്രംപിന്റെ ഗോൾഫ് റിസോർട്ടിൽ വെച്ച് പ്രസിഡന്റ് ട്രംപുമൊത്തുള്ള മണിക്കൂറുകൾ നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു. അതായത് പരസ്യമായി ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നുവെങ്കിലും ട്രംപിന് വരെ നെതന്യാഹുവിനെ മടുത്തു തുടങ്ങി. സ്റ്റാർമറുടെ പ്രഖ്യാപനത്തെ താങ്കൾ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ട്രംപിന്റെ മറുപടി ഒരു സാധാരണ പരിഹാസമായിരുന്നില്ല. ആളുകൾക്ക് ഇപ്പോൾ ഭക്ഷണം എത്തിക്കുന്നതിനാണ് ഞാൻ പ്രാധാന്യം നൽകുന്നത്, ഗസയിൽ പട്ടിണിയാണ്. ഇതായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഗസയിൽ പട്ടിണിയാണ് എന്നത് ട്രംപ് പോലും അംഗീകരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവിടത്തെ ക്രിസംഗികളും എക്സ് മുസ്ലിംസും അംഗീകരിക്കാത്തത് കേട്ടോ. ഈ വരുന്ന സെപ്റ്റംബറിൽ ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര സഭാ സമ്മേളനത്തിൽ ഫ്രാൻസിന്റെയും സൗദിയുടെയും നേതൃത്വത്തിലെ ഗസയിലെ ഇസ്രായേലിന്റെ വംശഹത്യ അവസാനിപ്പിക്കാനും പലസ്തീന്റെ രാഷ്ട്രപദവി അംഗീകരിക്കാനുമുള്ള തീവ്ര ശ്രമങ്ങൾ ഉണ്ടാകും. പലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്നവരും പിന്തുണയ്ക്കാത്തവരും എന്ന നിലയിൽ ലോകം 2 ശാക്തിക ചേരിയിലേക്ക് വരുന്ന ദിവസങ്ങളിൽ ചുരുങ്ങാൻ പോവുകയാണ്. ഇസ്രായേലും അമേരിക്കയുമായിരിക്കും അതിൽ ഒരു വശത്തുണ്ടാവുക. മറ്റു ലോകരാജ്യങ്ങൾ മുഴുവൻ പലസ്തീനൊപ്പം അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇതൊരു സ്വപ്നമല്ല കേട്ടോ, റിയൽ ന്യൂസാ പറയുന്നത്. ഇന്ത്യ എല്ലാ കാലത്തും പലസ്തീൻ എന്ന രാഷ്ട്രപദവിക്ക് ഒപ്പമായിരുന്നു. ഗാന്ധിയും നെഹ്റുവും ഒക്കെ ഒരു കാലത്തെടുത്ത നീതിബോധത്തിൽ സംഘികൾക്ക് വലിയ മുറുമുറുപ്പൊക്കെ ഉണ്ടെങ്കിലും മൈ ഫ്രണ്ടിന് മോദിയുടെ ബെസ്റ്റ് ഫ്രണ്ട് നെതന്യാഹു ആണെങ്കിലും ഇന്ത്യ എന്ന രാജ്യത്തിന്റെ നിലപാട് പലസ്തീനെ പിന്തുണയ്ക്കുന്ന നിലപാട് തന്നെയാണ്. അപ്പൊ നമ്മൾ കുറെ ദിവസമായിട്ട് ഇങ്ങനെ സങ്കടമുള്ള വാർത്തകൾക്കിടയിൽ എനിക്കിത് ഭയങ്കര പ്രത്യാശയുള്ള വാർത്തയായിട്ടാണ് തോന്നുന്നത്. കാരണം പലസ്തീൻ എന്ന് പറഞ്ഞ ഒരു രാജ്യം അവിടെ നിലവിലുണ്ട്. ആ രാജ്യത്തെ എന്നെങ്കിലും അംഗീകരിച്ചേ മതിയാവൂ. നെതന്യാഹു എന്ന് പറഞ്ഞ ഒരാള് അവിടെ വംശഹത്യയും കൂട്ടക്കൊലയും പട്ടിണിയും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വെച്ച് പലസ്തീനെ അംഗീകരിക്കാതിരിക്കാൻ ലോകരാജ്യങ്ങൾക്കും ഒന്നും പറ്റില്ല. കാലമെടുത്തേക്കാം, സമയമെടുത്തേക്കാം. പക്ഷെ ഓരോരുത്തരായി ഇതുപോലെ പലസ്തീനെ പിന്തുണയ്ക്കുന്ന നിലയിലേക്ക് വരുന്നത് കാര്യങ്ങൾക്കൊരു ശുഭകരമായ പര്യവസാനം ഉണ്ടാകും എന്നാണ് തെളിയിക്കുന്നത്. ഫ്രാൻസിന്റെ മാക്രോണിന്റെ സ്ഥിതി അതുകൊണ്ടാണ് പറഞ്ഞത്. എത്ര ശക്തമായിട്ട് ഇസ്രായേലിനെയും നെതന്യാഹുവിനെയും പിന്തുണച്ചുകൊണ്ടിരുന്ന ആളാണ്, എത്ര ഭയങ്കരമായിട്ട് ഹമാസിനെ വിമർശിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഈ പറഞ്ഞ ഒന്നുമില്ലാത്ത രാജ്യമാണല്ലോ ഫ്രാൻസ്. എന്നിട്ട് പോലും ആ രാജ്യത്തിന് പോലും ഇത്തരത്തിലൊരു മാറ്റം വരണമെങ്കിൽ ഈ പലസ്തീനികളുടെ ദുരിതം കണ്ട് ശരി ഞങ്ങൾ പലസ്തീനൊപ്പം നിൽക്കുകയാണ്, ഇവിടെ രാജ്യം വരണം എന്ന് ഫ്രാൻസിന് മാറ്റം വന്നെങ്കിൽ ഈ ലോകത്ത് എല്ലാ രാജ്യങ്ങൾക്കും മാറ്റം വരും. 2 പേർക്ക് മാറ്റം വരില്ല കേട്ടോ. അത് ഒന്ന് ട്രംപ് ആയിരിക്കും, 2 നെതന്യാഹു ആയിരിക്കും. അതുകൊണ്ട് ഒറ്റപ്പെട്ടു പോകുന്ന ഇവർ ഒരു വശത്ത് നിൽക്കുമ്പോൾ ബാക്കി ലോകരാജ്യങ്ങൾ മുഴുവൻ ഇപ്പുറത്ത് നിൽക്കുകയും പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമാവുകയും ആ രാജ്യം നിലവിൽ വരിക തന്നെ ചെയ്യും.